വീട്ടിലേക്ക് പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ജ്യൂസ് അടിക്കാൻ ഫ്രൂട്ട്സോ നാരങ്ങയോ ഒന്നും ഇല്ലാത്ത സമയത്ത് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു ജ്യൂസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ചേരുവകൾ മാത്രം മതി. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് തേങ്ങ ചിരവിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ എത്രത്തോളമാണോ വെള്ളം ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചിട്ട് തേങ്ങയൊക്കെ എടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു 2 ഗ്ലാസ് വെള്ളമാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരുപാട് വേണ്ട, ഒരു കുഞ്ഞു പീസ് മാത്രം മതി. പിന്നെ 2 ഏലക്കായയും ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ തേങ്ങ എടുക്കുന്നതിനനുസരിച്ചിട്ട് നമ്മൾ എത്രത്തോളമാണ് വെള്ളം ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചിട്ട് തേങ്ങ എടുക്കണം കേട്ടോ. അതിനനുസരിച്ചിട്ട് തന്നെ ബാക്കിയുള്ള ചേരുവകളെല്ലാം എടുക്കാം. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ഒരു അരിപ്പയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, ഇതൊന്ന് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ തേങ്ങ നന്നായിട്ട് ഇതുപോലെ ഒന്ന് അരിച്ചെടുത്തതിന് ശേഷം ഈ ഒരു ജ്യൂസ് മാത്രമായിട്ട് എടുക്കുക. ഇനി ഗ്ലാസ്സിലേക്ക് ഐസ് ക്യൂബ് ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് നമ്മുടെ ഈ ഒരു ജ്യൂസ് ഒഴിച്ചു കൊടുത്തിട്ട് സെർവ് ചെയ്യാം. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു കോക്കനട്ട് ജ്യൂസാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് വെറൈറ്റി ആയിട്ടൊക്കെ ഉണ്ടാക്കി കുടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു ചൂട് സമയത്ത് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.